ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും എക്സാം ക്രാക്കറിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്രാഷ് കോഴ്സാണ്. നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ബേസിക് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങേണ്ട ആൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ഫാക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻസ് ആയിട്ട് താഴെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ നമുക്ക് ബിഗിൻ ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് നോക്കി, എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനും എന്തുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്താനായിട്ട് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, നമുക്കറിയാം 1600 എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപത്തിൽ ഇന്ത്യയിലേക്ക് എന്തിനായിട്ട് വരുന്നത്, ട്രേഡിനായിട്ട് വരുന്നത് അല്ലേ. ട്രേഡിനായിട്ട് വന്ന ഇവരെന്ത് ചെയ്തു, കാലക്രമേണ ഇന്ത്യയുടെ എന്തായിട്ട് മാറുന്നു, ഭരണാധികാരികൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ട് മാറുന്നു. അപ്പോൾ അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഇന്ത്യയിൽ പലതരത്തിലുള്ള ആക്റ്റുകളും റെഗുലേഷൻസൊക്കെ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. അങ്ങനെ 1947 നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചു അല്ലേ. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനായിട്ട് ആ ബ്രിട്ടീഷ് കാലയളവിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ആക്റ്റുകളും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിലെ ചില പ്രധാനപ്പെട്ട ആക്റ്റുകളും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും വളരെ വെറുപ്പുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഈ ആക്റ്റുകളും റെഗുലേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക, 100% കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഈ ഒരു ക്ലാസ്സോടുകൂടി നിങ്ങളുടെ ഈ പറയുന്ന ആക്റ്റുകളും റെഗുലേഷൻസൊക്കെ പഠിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇതോടുകൂടി അങ്ങോട്ട് തീർന്നോളും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് നോക്കാം. നോക്കിക്കേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് 31 ഡിസംബർ 1600 ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ട കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ ആദ്യത്തെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, മെർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് എന്ന് നമ്മൾ പറയും. എന്ത് പറയും, ഓർത്തിരിക്കുക, മെർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാലത്തെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, മെർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈസ്റ്റേൺ കൺട്രീസുമായിട്ട് എന്ത് വേണം, ഇംഗ്ലണ്ടിന് ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് വേണം അല്ലേ. അപ്പോൾ ഈസ്റ്റേൺ കൺട്രീസുമായിട്ട് ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിലെ കുറച്ച് മെർച്ചൻസ് എല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിലെ ക്യൂൻ്റെ അടുത്ത് പോയി പറഞ്ഞു. നമുക്കറിയാം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു മൊണാർക്കി ഫോം ഓഫ് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. കാര്യം അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെറിഡിറ്ററി പോസ്റ്റാണ്. അപ്പോൾ അവിടുത്തെ ക്യൂൻ്റെ അടുത്ത് ആ സമയത്ത് ഇംഗ്ലണ്ട് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യൂൻ എലിസബത്ത് ടൈലറാണ്. ഓക്കെ, ഈ ക്യൂൻ എലിസബത്ത് ടൈലറിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു കൂട്ടം മെർച്ചൻസ് ചെന്ന് പറയുന്നു, നമുക്ക് എന്ത് ചെയ്യണം, ഈസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ നേഷൻസുമായിട്ട് നമുക്ക് ട്രേഡ് നടത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞങ്ങൾക്കൊരു കമ്പനി രൂപീകരിക്കാനുള്ള അനുമതി തരണം എന്ന് എലിസബത്ത് ടൈലർ ഫസ്റ്റിനോട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് രൂപീകരിക്കുന്നു. ഈ ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് എന്ത് ചെയ്യുന്നു, പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, എലിസബത്ത് ടൈലർ 31 ഡിസംബർ 1600 ഒരു ചാർട്ടർ ആക്ട് ഇറക്കുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ചാർട്ടർ ആക്ട് ഇറക്കുന്നു. ഈ ചാർട്ടർ ആക്ടിലൂടെ എന്ത് ചെയ്യുന്നു, 31 ഡിസംബർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി എവിടെ ഫോം ആവുന്നു, ഇംഗ്ലണ്ടിൽ ഫോം ആവുന്നു. അപ്പോൾ ചോദ്യങ്ങൾ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഫോം ആയെന്ന് ചോദിച്ചാൽ എന്നാണ്, 31 ഡിസംബർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ആയത്. ദെൻ അടുത്തൊരു ചോദ്യം വരാം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ആയത് ഏത് ചാർട്ടർ ആക്ടിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏത് ചാർട്ടർ ആക്ടാണ്, ചാർട്ടർ ആക്ട് ഓഫ് 1600. കാര്യം 1600 ഫോം ആവുന്നത്. ഫോം ആയത് ഏത് ആക്ടിലൂടെയാണ്, ചാർട്ടർ ആക്ട് ഓഫ് 1600 അപ്പോൾ ചാർട്ടർ ആക്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മൾ അങ്ങോട്ട് പോകും തോറും നമുക്ക് ഒരുപാട് ചാർട്ടർ ആക്ടുകൾ നമുക്ക് എന്തുണ്ട്, പഠിക്കാനുണ്ട്. ചാർട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ആക്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. അതിലാദ്യത്തെ ചാർട്ടർ ആക്ട് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1600. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിൽ ഫോം ആവുന്നത്.
ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ആവുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ ക്യൂൻ ആരാൻ ചോദിച്ചാൽ ആരാണ്? ക്യൂൻ എലിസബത്ത് ടൈലർ ഫസ്റ്റ് ആണ് ആ സമയത്ത് ക്യൂൻ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ആവുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ ക്യൂൻ ആരാൻ ചോദിച്ചാൽ ആരാണ്? എലിസബത്ത് ടൈലർ ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ആയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് ഇന്ത്യയിലേക്ക് ട്രേഡിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എത്താനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് ട്രേഡ് നടത്താനുള്ള സാഹചര്യങ്ങളൊന്നും എന്ത് വന്നില്ല, ഒത്തു വന്നില്ല. എന്നാൽ 1613 എന്ത് ചെയ്യുന്നു, ജഹാംഗീർ, ആ സമയത്ത് നമുക്കറിയാം 1613 കാലഘട്ടത്തിൽ നമ്മുടെ മുഗൾ റൂളർ എന്ന് പറയുന്ന ആരാണ്? ജഹാംഗീർ ആണ് നമ്മുടെ മുഗൾ റൂളർ. അപ്പോൾ അത് ഓർത്തിരിക്കുക, ആരാണ്? ജഹാംഗീർ. നമ്മുടെ 1613 കാലഘട്ടത്തിൽ നമ്മുടെ മുഗൾ റൂളർ എന്ന് പറയുന്നത് ജഹാംഗീർ ആണ്. അങ്ങനെ ജഹാംഗീർ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ കച്ചവടം നടത്താനുള്ള അനുമതി കൊടുക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, സൂററ്റിൽ എന്ത് ചെയ്യുന്നു, അവർ ആദ്യമായിട്ട് അവരുടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ചോദ്യമായിട്ടുണ്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെയാണ് അവരുടെ ഒരു ട്രേഡ് സെറ്റിൽമെൻറ്റ് ആദ്യമായിട്ട് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1613. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് 1600 ചാർട്ടർ ആക്ടിലൂടെ ഫോമായ ഒരു കമ്പനിയാണ്. ഈ കമ്പനി ഫോമായ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ക്യൂൻ എന്ന് ചോദിച്ചാൽ എലിസബത്ത് ടൈലർ ഫസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇന്ത്യയിലേക്ക് ട്രേഡിനായിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്തെന്ന് ചോദിച്ചാൽ എന്നാണ്? 1613. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റാണ്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന ഫാക്ടറി തുടങ്ങിയ സമയത്ത് ആരായിരുന്നു നമ്മുടെ മുഗൾ റൂളർ എന്ന് ചോദിച്ചാൽ ആരാണ്? ജഹാംഗീർ ആണ് നമ്മുടെ മുഗൾ റൂളർ എന്ന് പറയുന്നത്. ദെൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു കച്ചവടക്കാരായിട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ മെല്ലെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ താഴെ ഞാൻ എന്ത് എടുത്തിട്ടുണ്ട്, 2 ബാറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫൈറ്റ് ചെയ്ത 2 ഫേമസ് ആയിട്ടുള്ള ബാറ്റിൽസ് ആണ്. അതിൽ ഒന്നാമത്തെ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞാൽ എന്താണ്? 1757 എന്ത് നടക്കുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംഗ്ലീഷ് ഭരണത്തിന് അടിത്തറ അല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭരണത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ബാറ്റിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫൗണ്ടേഷൻ ആയിട്ടുള്ള ബാറ്റിൽ ഏതാണെന്ന് ചോദിച്ചാൽ ആ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി എന്നാണ്? 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെ തമ്മിലാണ്? നമുക്കറിയാം, റോബർട്ട് ക്ലൈവ്. ഓക്കെ, ഓർത്തിരിക്കുക, റോബർട്ട് ക്ലൈവും അതുകൂടാതെ ആ സമയത്തെ എന്താണ് ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജ് ഉദ് ദൗള. ഓക്കെ, സിറാജ് ഉദ് ദൗള. ഓക്കെ, അപ്പോൾ റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും കൂടെ തമ്മിൽ നടക്കുന്ന ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ കൊടുത്ത യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാറ്റിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണത്തിന് അടിസ്ഥാനം കൊടുത്തു അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കൊടുത്തു. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് റവന്യൂ കളക്ട് ചെയ്യാനൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു അധികാരം കിട്ടുന്നത് ഏത് ബാറ്റിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാറ്റിൽ ഓഫ് ബക്സാറിലാണ് എന്ത് ചെയ്തത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയത് ഈ പറയുന്ന ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷമാണ്. ബാറ്റിൽ ഓഫ് ബക്സാർ എന്നാന്ന് ചോദിച്ചാൽ എന്താണ്? 1764 ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് ബക്സാർ ആരൊക്കെ തമ്മിലാന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് ഉത്തരം അറിയണം. ആരൊക്കെ തമ്മിലാ? ഹെക്ടർ മുൺറോ. ഓക്കെ, ഹെക്ടർ മുൺറോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഹെക്ടർ മുൺറോയും ദെൻ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും 3 പേരാണ് എന്ത് ചെയ്തത്? ഈ ബാറ്റിൽ ഓഫ് ബക്സാറിന് നേതൃത്വം കൊടുത്തത്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഷാ ആലം II. ഷാ ആലം സെക്കൻഡ്. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ബംഗാളിലെ നവാബായിട്ടുള്ള ആര്? മിർ ഖാസിം. രണ്ടാമത്തെ വ്യക്തിയാണ് മിർ ഖാസിം. അപ്പോൾ ഓർത്തിരിക്കുക, മിർ ഖാസിം ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബംഗാളിലെ നവാബാണ്. ദെൻ മൂന്നാമത്തെ വ്യക്തിയാണ് ആര്? ഷൂജാ ഉദ് ദൗള. ആരാണ്? ഷൂജാ ഉദ് ദൗള. അപ്പോൾ ഓർത്തിരിക്കുക, ഈ നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസിക്കകത്ത് സിറാജ് ഉദ് ദൗളയാണ്. എന്നാൽ ബാറ്റിൽ ഓഫ് ബക്സാറിൽ ഷൂജാ ഉദ് ദൗളയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഹെക്ടർ മുൺറോനെ നേരിടുന്നത്. ഈ ഒരു ബാറ്റിലോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിലെയും ബീഹാറിലെയും ഒറീസയിലെയൊക്കെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇംഗ്ലീഷ് ഭരണത്തിന് അടിത്തറ കൊടുത്ത യുദ്ധം ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിലും അവരവരുടെ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ബാറ്റിൽ ഓഫ് ബക്സാറിലൂടെയാണ്.
ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർട്ട് ചെയ്ത അല്ലെങ്കിൽ നേരിട്ട ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 1857 എന്താണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ നമ്മളിതിനെ എന്ത് പറയും, സിപ്പോയ് മ്യൂട്ടണി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു ബാറ്റിലൂടെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചത്. എന്തിൻ്റെ അവസാനിച്ചു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചത് ഏതിലൂടെയാണ്? നമ്മുടെ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലൂടെയാണ്. ഈ ഒരു യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ആരുടെ കയ്യിലേക്ക് പോകുന്നു? ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കയ്യിലേക്ക് പോകുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയുമ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട ബാറ്റിൽസ് ഓർത്തിരിക്കണം. 1 ബാറ്റിൽ ഓഫ് പ്ലാസി, 2 ബാറ്റിൽ ഓഫ് ബക്സാർ, 3 എന്താണ് നമ്മുടെ സിപ്പോയ് മ്യൂട്ടണി, അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ അടിസ്ഥാനമിട്ടു, ബക്സറിലൂടെ റൂൾ ചെയ്യാൻ തുടങ്ങി, 1857 എന്ത് ചെയ്തു, ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ആയത് 1600 ഡിസംബർ 31 ചാർട്ടർ ആക്ടിലൂടെയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത സമയത്ത് ആരായിരുന്നു നമ്മുടെ ഇംഗ്ലണ്ടിലെ ക്യൂൻ എന്ന് ചോദിച്ചാൽ എലിസബത്ത് ടൈലർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1613 സൂററ്റിലാണ്. സൂററ്റ് എവിടെയാണ്? ബംഗാളിലാണ്. ദെൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫൈറ്റ് ചെയ്ത 3 ഫേമസ് ബാറ്റിൽസ് ആണ്. ഒന്ന് ബാറ്റിൽ ഓഫ് പ്ലാസി 1757, ആരൊക്കെ തമ്മിൽ? റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും. ഈ ഒരു ബാറ്റിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭരണത്തിന് അടിത്തറ കുറിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു റൂളിന് ഫൗണ്ടേഷൻ. അത് നമുക്ക് എന്തും പറയാം, ബ്രിട്ടീഷ് ഭരണം. കാര്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭാഗമാണല്ലോ. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇംഗ്ലീഷുകാരുടെ ഭരണത്തിന് അടിത്തറ കൊടുത്തതും ദെൻ അതുകൂടാതെ കമ്പനി ഭരണത്തിന് അടിത്തറ കൊടുത്തതും ഏത് തന്നെയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസിയാണ്. എന്നാൽ അവർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഏത് ബാറ്റിലിന് ശേഷമാണ്? ബാറ്റിൽ ഓഫ് ബക്സാർ ആണ്. ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത് എന്നാണ്? 1764. പിന്നെ അതിനുശേഷം അടുത്ത ബാറ്റിലാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, സിപ്പോയ് മ്യൂട്ടണി എന്നൊക്കെ പറയുന്നത്. അതെന്നാണ്? 1857. ഈ ഒരു ബാറ്റിലിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ബാറ്റിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ബാറ്റിലൂടെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് അവസാനിച്ചത്. അതുകൂടാതെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് ഇത് ഇന്ത്യയിലേക്ക് അവരുടെ അല്ലെങ്കിൽ ഒരു ക്രൗണിൻ്റെ റൂൾ ഡയറക്റ്റായിട്ട് വന്നത് ഏതിലൂടെയാണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് മായ്ക്കുവാണ്, നിങ്ങളിതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ട് പ്രധാനമായിട്ടും അവർക്ക് 3 പ്രസിഡൻസീസ് ആയിരുന്നു അവരുടെ എന്തെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പ്രസിഡൻസീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് ബംഗാൾ, രണ്ടാമത്തെ ബോംബെ, ഓക്കെ, മൂന്നാമത്തെ മദ്രാസ്. ഇത്രയായിരുന്നു, ഇത് 3ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവിശ്യകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈയിടെ റീസെൻ്റ്ലി ഒരു പരീക്ഷയ്ക്ക് ഈ പറയുന്ന പ്രോവിൻസുകളുടെ എന്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗാളിലും ബോംബെയിലും മദ്രാസിലും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ബംഗാളിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫോർട്ട് വില്യമാണ്. ഏതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? ഫോർട്ട് വില്യം. ബോംബെയിലാണെന്നുണ്ടെങ്കിലോ ബോംബെ കാസ്റ്റിൽ, ഓർക്കാൻ എളുപ്പമാണ്, ബോംബെ കാസ്റ്റിൽ. മദ്രാസിലാണെന്നുണ്ടെങ്കിലോ ഫോർട്ട് സെൻറ്റ് ജോർജ്. നിങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫോർട്ട് വില്യം ഒക്കെ പഠിക്കും, സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ്ഡ് ആയതെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ ഫോർട്ട് വില്യം എന്ന് പറയുന്നത് എന്താണ്? ബംഗാളിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഫോർട്ട് വില്യം എന്ന് പറയുന്നത്. ബോംബെയിൽ ഏതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ ഏതാണ്? ബോംബെ കാസ്റ്റിലാണ്. മദ്രാസ് പ്രവിശ്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫോർട്ട് സെൻറ്റ് ജോർജ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ തുടങ്ങുവാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, അവരുടെ ഭരണം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഭരണം തുടങ്ങുമ്പോൾ അവരുടെ ഭരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ആക്റ്റുകളൊക്കെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ ആ ആക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്
പോണത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇന്ത്യയിൽ ഭരണം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ആക്റ്റുകളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. ആ ആക്റ്റും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെഗുലേറ്റിംഗ് ആക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? റെഗുലേറ്റിംഗ് ആക്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് മേക്ക് ചെയ്ത് പോവുക. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്സ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററിയുടെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചും ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്റ്റുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻസ് ആയിട്ട് എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഞാൻ അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.